ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ, വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, ഒരു വലിയ ദൗത്യമാണ് തൈക്കാട് വാർഡിൽ എനിക്ക് NDA BJP സഖ്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നാളിതുവരെയുള്ള കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവർ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചിരുന്ന തൈക്കാട് വാർഡിൽ, അതിനുശേഷം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മാത്രം അവിടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്ന വാർഡും, ഒരു പ്രാവശ്യം മാത്രം CPMൽ നിന്ന് CMBയിലേക്ക് ചാടി അവിടെ ജയിച്ച ഒരു സ്ഥാനാർത്ഥി, അതേ വ്യക്തി തന്നെ കൗൺസിലറായ ശേഷം തിരിച്ച് CPMലേക്ക് ചാടുന്നു, വീണ്ടും CPMൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നു. ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വാർഡിൻ്റെ ചരിത്രം. BJP ഇന്നേ വരെ ആ തൈക്കാട് വാർഡിൽ വിജയിച്ചിട്ടില്ല. 3-ാം സ്ഥാനത്തിൽ നിന്ന് 2-ാം സ്ഥാനത്തിലേക്ക് എത്തി നിൽക്കുന്നു. CPM വിചാരിക്കുന്നത് അത് CPMൻ്റെ ചെങ്കോട്ടയാണ്. കാരണം CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന വാർഡ്, ആ വാർഡിൽ ആ ചെങ്കോട്ടയെ തകർക്കുവാൻ, ആ ചെങ്കോട്ടയുടെ അടിക്കല്ലിളക്കുവാൻ ആ ദൗത്യമാണ് എനിക്ക് NDA ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പട്ടികയിൽ ഏകദേശം ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ, അതായത് ചില NDA സ്ഥാനാർത്ഥികളാണ് ലാസ്റ്റിൽ വന്നത്, അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രഖ്യാപനം BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്നപ്പോൾ അന്ന് രാവിലെയാണ് ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ഞാൻ അറിയുന്നത്. വളരെ ആലോചിച്ചു. ഞാനന്ന് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലയുടെ അധ്യക്ഷനാണ്. ഹിന്ദു ഐക്യവേദിക്കാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. കാരണം ഹിന്ദു ഐക്യവേദി ഒരു ധർമ്മ പ്രസ്ഥാനമാണ്, അതൊരു സമര സംഘടനയാണ്. ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ്, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല. പക്ഷേ ഈ പറയുന്ന തൈക്കാട് വാർഡ്, ഇന്ന് BJPയുടെ ജില്ലാ ഓഫീസ് ഇരിക്കുന്ന തൈക്കാട് വാർഡ്, തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ ഇരിക്കുന്ന തൈക്കാട് വാർഡ്, ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ പൊതു ശ്മശാനം സ്ഥിതി ചെയ്യുന്ന തൈക്കാട് വാർഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ അത് സ്ഥിതി ചെയ്യുന്ന തൈക്കാട് വാർഡ്, ആ വാർഡിൻ്റെ വികസനം ഇന്നേ വരെ ഒന്നും നടന്നിട്ടില്ല, മുരടിച്ചു നിൽക്കുന്നു. ഞാൻ ആ വാർഡിൽ ജനിച്ച് വളർന്നവനാണ്. ആ വാർഡിൽ ആകെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ 10 വർഷമായി ഭാരതത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ നടത്തി, അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് തീർത്ത ശേഷവും ഇവിടെ ആ ഫണ്ട് സ്വീകരിച്ച് അത് വകമാറ്റി ചെലവാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ പ്രോജക്റ്റ് നടപ്പിലാക്കാതിരുന്നതിനെയാണ് പച്ച പെയിന്റ് അടിച്ചുകൊണ്ട് റോഡ്, എന്തിനാണെന്നറിയില്ല, റോഡിൽ ടാറിട്ട് കണ്ടിട്ടുണ്ട്. ടാറിട്ട റോഡിൻ്റെ ഇരുവശങ്ങളിൽ പച്ച പെയിന്റ് അടിച്ചു, ഇരുവശങ്ങളിലും കൈവരികൾ വെച്ചു. ആ കൈവരിക്കുള്ളിലുള്ള അവിടെ ഇട്ടിരിക്കുന്ന ടൈൽസ്, ആ ടൈൽസിലൂടെ നടന്നു പോയാൽ ആരും ചർക്കി വീഴും. ഇനി ആ ടൈൽസ് ഇട്ട ആ നടപ്പാതയിൽ കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ നടുവിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കാണും. അപ്പം ഇതാണ് നാട്ടിൻ്റെ വികസനം, അതിനെപ്പറ്റിയുള്ള സങ്കല്പം. അപ്പം ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയും ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അത് കണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മടുത്തിരിക്കുന്നു. കഴിഞ്ഞ 4 ദിവസമായി വീട് വീടാന്തരം കയറിയുള്ള
പ്രചരണം ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ആ വാർഡിൽ നടത്തുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട അശോക് കുമാർ സാറ് പറഞ്ഞു 6 ഫ്ലക്സ് വെച്ച് നിർമ്മിച്ച ഒരു വീട്ടില് 3 പേര് താമസിക്കുന്നു. ഞാൻ കണ്ടതാണ് പൗണ്ടക്കുളം കോളനി. എൻ്റെ അച്ഛൻ രാത്രി നേരം വെളുക്കും വരെ നിന്ന് പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിന്ന് അന്ന് കെട്ടിക്കൊടുത്ത ആ ഒരു കോളനി, അവിടെയുള്ള കുടിലുകൾ, ആ കുടിലുകളിലാണ് ഞാൻ ചെന്ന് സന്ദർശിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഗൂണ്ടായുസങ്ങളും നടക്കുന്ന ഇന്ന് മറ്റ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിനകത്ത് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ പൗണ്ടുകുളം കോളനിയിൽ ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ ഒരൊറ്റ വാൾ പോസ്റ്റർ പോലും എൻ്റെ മണ്ഡലത്തിൽ, എൻ്റെ വാർഡിൽ എങ്ങുമില്ല. BJP, താമര, കസ്തൂരി, പേര്, പടം ഒന്നുമില്ല. പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അമ്മമാര്, പ്രായമായവര് ഇറങ്ങി വന്ന്, മക്കളെ നിന്നെ എനിക്കറിയാം, നിന്റെ അച്ഛൻ്റെ മുഖം, ഞങ്ങളുടെ പൂർണ്ണ അനുഗ്രഹം നിനക്കുണ്ട്, നിന്റെ ചിഹ്നം താമര, ഞങ്ങൾക്കറിയാം. ഇതാണ് ഇന്ന് ആ ഒരു പെർട്ടിക്കുലർ ശക്തി കേന്ദ്രത്തിൻ്റെ അവസ്ഥ. ഇതവിടെ മാത്രമല്ല, മേട്ടുക്കട ജംഗ്ഷൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ഓഫീസ് ഇരിക്കുന്ന സ്ഥലം, അതിൻ്റെ ചുറ്റുവട്ടമുള്ള മുഴുവൻ വീടുകളിലും ഇന്ന് രാവിലെ മുതൽ സഞ്ചരിച്ചിട്ടാണ് വരുന്നത്. സകല വീട്ടിലും ചെല്ലുന്നു. ഞങ്ങൾ അറിഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹം, വേറെ ഒന്നുമല്ല, ശ്രീമാൻ അവിടെ ഇരിക്കുന്ന പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ നിയോഗം. നമ്മൾ ഈ ഇരിക്കുന്ന ഈ മൈതാനം, ഇതിൻ്റെ പേര് പുത്തരിക്കണ്ടം മൈതാനം എന്നാണ്. മൈതാനം പിന്നീട് ഉണ്ടായതാണ്. ഒറിജിനലി ഇത് പുത്തരിക്കണ്ടമാണ്. ഈ കണ്ടത്തിലാണ് വെള്ളം താരേണ്ടത്. ഇതുപോലെയുള്ള ഒരെണ്ണമാണ് ജഗതിയിലുള്ള ഒരു കുളമുണ്ടായിരുന്നു. അപ്പുറത്ത് മുടിപ്പുരയുടെ ഇപ്പുറത്തുണ്ടായിരുന്ന കുളം. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ ശിവൻകുട്ടി മന്ത്രിയായിരുന്ന സമയത്ത്, അന്ന് അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ചവറ് കൊണ്ടിട്ട് ആ കുളം നികത്തി. ശുദ്ധജല തടാകം ചവറ് കൊണ്ടിട്ട് നികത്തി. ഇവിടെ ഉണ്ടായിരുന്ന ശിവപ്പെട്ടികൾ അല്ലെങ്കിൽ ശവപ്പെട്ടികൾ കൊണ്ടുവന്ന് അവിടെ അടുക്കി അതൊരു യൂസ്ലെസ് സ്പേസ് ആക്കി, മനുഷ്യന് പോകാൻ വയ്യാതാക്കി. ഇന്ന് അതൊരു ചവറ് കൊണ്ടിടുന്ന കൂമ്പാരം സൂക്ഷിക്കുന്ന ഒരു മൈതാനമാണ്. ഇതാണ് ഇവർക്ക് വികസന പ്രവർത്തനത്തെ പറ്റി, നമ്മളെ നഗരത്തെ പറ്റിയുള്ളത്. ഒരു കാലത്ത് ഭാരതത്തിലെ ഏറ്റവും ശുദ്ധമായ നഗരം, ഏറ്റവും വൃത്തിയുണ്ടായിരുന്ന നഗരം, ഏറ്റവും വെൽ പ്ലാൻഡ് നഗരമായിരുന്ന ഈ അനന്തപുരി, അതിൻ്റെ പ്രൗഢി വീണ്ടും അതുപോലെ തിരിച്ചു കൊണ്ടുവരുവാൻ, ഒരു മെഗാ സിറ്റിയാക്കി ഇതിനെ വളർത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു കോർപ്പറേഷൻ, ഒരു മേയർ, അങ്ങനെയുള്ള ഒരു കൗൺസിൽ ഇവിടെ അധികാരത്തിൽ വന്നാൽ അത് ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് BJPയുടെ വാക്ക്, ഞങ്ങളുടെ വാക്ക്, എന്റെ വാക്ക്, ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്ക്, ശ്രീമാൻ മോഡിജിയുടെ വാക്കായിരിക്കും ഇത്. ഞങ്ങൾ ഇത് ഉറപ്പു തരുന്നു. ഭാരത് മാതാ കി. കാരണഭൂതനായ എൻ്റെ നേതാവ് എനിക്ക് കരുത്തും ആർജവും പകർന്നു തന്ന തുഷാർ വെള്ളാപ്പള്ളി അവരുകൾ, എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഒരു സ്വാഗത പ്രാസംഗികനെ സംബന്ധിച്ച് സ്വാഗതം ആശംസിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും 2 വാക്ക് പറയണമല്ലോ എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട്, ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൗഢമായ ഒരു സദസ്സിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പ്രൗഢം എന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ വലിപ്പത്തിലല്ല, കാര്യശേഷിയുള്ള, രാഷ്ട്രീയ ബോധമുള്ള ഒരു നല്ല ജനസമൂഹമാണ് എൻ്റെ മുന്നിലിരിക്കുന്നുള്ള ബോധത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു പ്രവാസിയാണ്, പ്രവാസ ജീവിതം നയിക്കുന്ന ആളാണ് ഇപ്പോഴും. പക്ഷേ
എന്നെ സംബന്ധിച്ച് വളരെ അഭിമാന ബോധത്തോടു കൂടി നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പോയ ഒന്ന് രണ്ട് സ്റ്റേജുകളുണ്ട്, അത് തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കുക. ഒരു മനുഷ്യനായി വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ അഭിമാനബോധത്തോടു കൂടി ഒരു ഇന്ത്യൻ പൗരനാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായത്, എനിക്കുണ്ടായത്, വളരെയേറെ ആരാധ്യനായ സമൂഹത്തിലെ സാധാരണക്കാരൻ്റെ മനസ്സറിയുന്ന, അവൻ്റെ വിശപ്പറിയുന്ന ഒരു പ്രധാനമന്ത്രി വന്നതുകൊണ്ടാണ്, നരേന്ദ്രമോദിജി. അതിലേറെ അഭിമാനമുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ആദ്യമായി തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം വിട്ടുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. എനിക്ക് മുന്നേ സംസാരിച്ച വളരെയേറെ ബഹുമാന്യനായ നമ്മുടെ കസ്തൂരി, അദ്ദേഹം ഒരു വാർഡിൽ മത്സരിക്കുന്നു. വളരെ സന്തോഷം. പക്ഷെ അതല്ല എൻ്റെ മനസ്സിൽ തോന്നിയത്. ജനിച്ചപ്പോഴേ ഒരു ഇസം കേട്ട് വളർന്ന, ജനിച്ചപ്പോഴേ ഒരു സമൂഹത്തെ, ഒരു ചിന്തയ്ക്ക്, അവരുടെ ഇസത്തിനെതിരായി ചിന്തിക്കുന്ന ഒരു ജനസമൂഹത്തെ ശത്രു എന്ന് മുദ്രകുത്തി അത് കണ്ടു വളർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വീട്ടിൽ നിന്ന് BJPയിലേക്ക് ഒരു വ്യക്തി വരിക എന്ന് പറയുമ്പോൾ ഈ ആളുകളിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. വളരെയേറെ അഭിമാനമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ഗ്രഹത്തിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു നല്ല തുടക്കമാണ്. ഈ സമൂഹത്തിൽ മാറ്റം അനിവാര്യമാണ്. ഇതുപോലെ പൗരാണികമായ ഒരു നഗരത്തെ മലിനമാക്കി വൃത്തിഹീനമാക്കിയ ഒരു ഭരണ സംവിധാനം മാറണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെയുള്ള മുദ്രാവാക്യവും അതാണ്, അനന്തപുരിയുടെ മാറ്റം. ഇത് ഏവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ കഴിയുന്നില്ലല്ലോ എന്നുള്ള നിരാശ. തീർച്ചയായും നേരത്തെ ഒന്ന് രണ്ട് പ്രാസംഗികർ പറഞ്ഞു പോയ ഒരു കാര്യം ഓർക്കുകയാണ്. പലപ്പോഴും പലരും ഭയന്നതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ തുടർന്നു പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഭയം മാറ്റണം. ഭയപ്പെടുത്തി ഭരിക്കുന്ന സംവിധാനത്തെ മാറ്റണം. അതുപോലെ തന്നെ ഭീകരത വളർത്തുന്ന ഒരു സംവിധാനം മാറണം. ഈ സമൂഹത്തിൽ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജനസമൂഹം ഉണ്ടാകണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ സഹോദരിമാർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, അവർക്ക് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ ഒരു അന്തരീക്ഷം ഈ പട്ടണത്തിൽ ഉണ്ടാകണം. ഇന്ത്യയിൽ ഏകദേശം ആയിക്കഴിഞ്ഞു. കേരളത്തിലേ ബാക്കിയുള്ളൂ. ആ കേരളത്തിലും ഇതുണ്ടാകണം. വിദേശത്ത് സഞ്ചരിക്കുന്ന നമ്മൾ വളരെ പ്രൗഢോടുകൂടിയാണ് സഞ്ചരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ മനസ്സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. വിദേശത്ത് ഇന്ത്യക്കാരനായതുകൊണ്ട് ഇന്ന്, പണ്ടങ്ങനെയാണോ? അല്ല. നമ്മൾ ഒരു തെരുവ് നായ്ക്ക് എന്ത് വില കൊടുക്കുന്നു അത്ര പോലും വിലയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ വിദേശത്ത് പോയി ജീവിച്ച ഒരാളെന്ന നിലയിൽ പറയുകയാണ്. ഇന്നൊരു ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ വളരെ ബഹുമാനത്തോടെയാണ് മറ്റ് ഇതര രാജ്യത്തുള്ള പൗരന്മാർ നമ്മളെ സ്വീകരിക്കുന്നത്. അത് മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഇവിടെയും തെരുവ് നായുടെ വില പോലും ഈ സമൂഹത്തിന് കൊടുക്കാത്ത ഈ ഒരു ഭരണകൂടത്തെ മാറ്റി നമ്മുടെ ആളുകൾക്ക്, ഈ നഗരവാസികൾക്ക് സമൂഹത്തിൽ വിലപ്പെട്ട വ്യക്തിത്വങ്ങളായി നിൽക്കാൻ ഒരു അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇലക്ഷൻ, നമ്മൾ ഇന്ന് നേരിടുന്ന ഇലക്ഷൻ. അതിൽ നിങ്ങളുടെ നിർണായകമായ പങ്ക്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മനുഷ്യരും ആത്മാർത്ഥമായി വിചാരിച്ചാൽ തീർച്ചയായും ഒരു ഭരണ സംവിധാനത്തെ മാറ്റാൻ കഴിയും. മുൻകാലങ്ങളെ അപേക്ഷിച്ചല്ല, ഇന്ന് വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജനസമൂഹമാണ്. അവർ മാറ്റണം. കേരളത്തിൽ എല്ലാ സ്ഥലത്ത് ചെന്നാലും, ഏതൊരു സ്ഥലത്ത് ചെന്നാലും വളരെ ബഹുമാനത്തോടെ വിലയോടുകൂടി കാണുന്ന ഒരു സമൂഹമാണ് കേരളീയർ. ആ കേരളീയർക്ക് മറ്റ് ഇതര സ്റ്റേറ്റുകളിൽ
നമ്മൾ അത്ര പോലും രാഷ്ട്രീയ ബോധമില്ലാത്ത ഇതര സ്റ്റേറ്റുകളിൽ ആളുകൾ ചിന്തിച്ച് മാറിക്കഴിഞ്ഞു. ഇന്നും കേരളത്തിലെ ജനങ്ങളിൽ മാറ്റം വന്നിട്ടില്ല. അതാണ് ഒരു കഷ്ടമെന്ന് പറയുന്നത്. അതിനൊരു മാറ്റം വരണം. അതിനു വേണ്ടിയാണ് നമ്മുടെ നേതാക്കൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പെരുമാറുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വികസിത അനന്തപുരി സ്ഥാനാർത്ഥികളുടെ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കാര്യപരിപാടിയുടെ വളരെയേറെ ബഹുമാന്യനായ അധ്യക്ഷൻ NDAയുടെ ജില്ലാ ചെയർമാൻ ശ്രീ കരമന ജയൻ അവറുകൾ, അദ്ദേഹത്തെ NDAയുടെ സഖ്യത്തിൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും ഇന്നുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങളുടെ പേരിലും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ എല്ലാം കരുത്തായ രാജീവ് ചന്ദ്രശേഖർജിക്കാണ്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി വന്നപ്പോൾ BDJS എന്ന് പറയുന്ന നമ്മുടെ പാർട്ടി വളരെ സന്തോഷം, ഒരു ആത്മനിർവൃതി ഉണ്ടായി. കാരണം നമ്മുടെ വാക്കുകൾ കേൾക്കാൻ നമുക്കൊരു സഹോദരൻ വന്നിരിക്കുന്നു എന്നാണ് നമ്മുടെ താവളത്തിലുള്ള ഒരു ചിന്ത. നമ്മൾക്ക് വളരെ വിലപ്പെട്ട നമ്മുടെ ഒരു പ്രിയ സഹോദരൻ നമ്മുടെ നേതൃത്വ സ്ഥാനത്ത് വന്നിരിക്കുന്നു. നമ്മുടെ ആവലാതികളും നമ്മുടെ വിഷമങ്ങളും കേൾക്കാൻ വലിയ മനസ്സുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്. അതുകൊണ്ട് നമ്മൾ സജീവമായി BDJS എന്ന് പറയുന്ന പാർട്ടി താവളങ്ങൾ തന്നെ സജീവമായി. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു യോഗത്തിൽ വന്നു നിന്ന് എനിക്കൊരു സ്വാഗതം പറയാനുള്ള അവസരമുണ്ടാണ്. അതുകൊണ്ട് വളരെയേറെ ബഹുമാനത്തോടു കൂടി നമ്മുടെ BJPയുടെ NDAയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയെ വളരെ സ്നേഹത്തോടെ ആദരവോടെ അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് എൻ്റെ പ്രിയ നേതാവ് BDJSൻ്റെ സമുന്നതനായ സംസ്ഥാന പ്രസിഡന്റ്, എനിക്ക് കരുത്തും തണലും നൽകുന്ന വലിയൊരു വ്യക്തിത്വം, അദ്ദേഹത്തെ നിങ്ങൾക്ക് വളരെ ആദരവോടുകൂടി എല്ലാവരെയും ഭാരത് മാതാ കി ബോലോ ഭാരത് മാതാ കി. സഭാരാധനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ NDAയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ രാജീവേട്ടൻ, BDJSൻ്റെ സംസ്ഥാന ചെയർമാൻ, NDAയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ തുഷാർജി, വേദിയിലിരിക്കുന്ന NDAയുടെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് മുറജപത്തിന്റെ ജപമണ്ഡപത്തിന്റെ ഉദ്ഘാടനം, സമർപ്പണം ക്ഷേത്രത്തിന്റെ പുഷ്പാഞ്ജലി സ്വാമികൾ 4:30 മണിക്ക് കിഴക്കേ നടയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ സമർപ്പണം ചെയ്തു എന്നുള്ളതാണ്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപവും ലക്ഷദീപവും നാളെ മുതൽ ആരംഭിക്കുകയാണ്. നാളെ തുടങ്ങി ജനുവരി 14-ന് ലക്ഷദീപം അവസാനിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ നേതൃത്വത്തിലാണ് മുറജപവും ലക്ഷദീപവും തുടങ്ങിയത്.
തിരുവിതാംകൂർ രാജവംശം രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ രാജഭരണം രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും ജനങ്ങളുടെ ക്ഷേമകരമായിട്ടുള്ള ജീവിതത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും ജനങ്ങളുടെ ക്ഷേമകരമായിട്ടുള്ള ജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്, ലക്ഷദീപം നടക്കുന്നത്. അപ്പം അതിൻ്റെ ജപമണ്ഡപത്തിൻ്റെ സമർപ്പണമാണ് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4:30 മണിക്ക് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയുന്നു. പ്രിയമുള്ളവരെ, ഇത് ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണാണ്. ഇതൊരു പുണ്യ ഭൂമിയാണ്, ഇതൊരു പുണ്യ നഗരമാണ്. ചരിത്രമുറങ്ങുന്ന ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണാണ് അനന്തപുരം, അനന്തപുരി. രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും എവിടെ പോയാലും എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അവർ വണങ്ങി നിന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിന്നല്ലേ വരുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ പുണ്യവാന്മാരാണ് എന്ന് ലോകത്ത് എവിടെയും പറയുന്ന ഒരു അഭിമാനകരമായിട്ടുള്ള നാടാണ് തിരുവനന്തപുരം എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണായിട്ടുള്ള സൗന്ദര്യമേറെ ഉണ്ടായിരുന്ന ഈ അനന്തപുരം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? പൈതൃക നഗരമായിട്ടുള്ള ഈ നഗരം ഇന്ന് എവിടെ നിൽക്കുന്നു? രാജ്യത്തിന്റെ മറ്റെല്ലാ തലസ്ഥാന നഗരങ്ങളും വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാമെല്ലാം അഭിമാനിക്കുന്ന ഈ കൊച്ചു കേരളത്തിന്റെ ഈ പുണ്യനഗരം വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുന്നുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. നമ്മുടെ സംസ്ഥാനത്തിന്റെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന്റെ ചെന്നൈ, കർണാടക സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ബാംഗ്ലൂർ, ആന്ധ്രാപ്രദേശത്തിന്റെ ഹൈദരാബാദ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാന ജില്ലകൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിൻ്റെ 4-1 അംശം വികസനം നടത്താൻ സമർപ്പിക്കാൻ ഇവിടെ മാറി മാറി ഭരിച്ചവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് BJPയുടെ ജില്ലാ കമ്മിറ്റി ഇവിടുത്തെ നാട്ടുകാരോടും വോട്ടർമാരോടും ചോദിക്കുന്നത്. ഇവിടുത്തെ CPM-കാരോടും ചോദിക്കുന്നു, കോൺഗ്രസ്സുകാരോടും ചോദിക്കുന്നു. ഈ നഗരം എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിരുമുറ്റമായിട്ടുള്ള കിഴക്കേക്കോട്ട വികസനം ഇന്ന് സാധ്യമായിട്ടുണ്ടോ? 10-15 വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ കിഴക്കേക്കോട്ടയുടെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതല്ലാതെ 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചോദ്യം CPM-നോടും കോൺഗ്രസിനോടുമാണ്. കഴിഞ്ഞിട്ടില്ല. ഈ പൈതൃക സ്വത്തുക്കളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പടിഞ്ഞാറേ കോട്ടയുടെ അവസ്ഥ എന്താണ്? ഈ കിഴക്കേ കോട്ടയുടെ അവസ്ഥ എന്താണ്? വടക്കേ കോട്ടയുടെയും തെക്കേ കോട്ടയുടെയും സിംഹക്കോട്ടയുടെയൊക്കെ ഈ പൈതൃക സ്വത്തുക്കൾ തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് ഈ തിരുവനന്തപുരം കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ഇവിടുത്തെ കശ്മലന്മാരായിട്ടുള്ള CPM-ഉം കോൺഗ്രസും മാറി മാറി ഭരിച്ച് ഈ ജില്ലയെ, ഈ നഗരത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ലോകത്ത് ഒരിടവുമില്ലാത്ത ആറാടാൻ കൊണ്ടുപോകുന്ന ശ്രീ പത്മനാഭസ്വാമിയെ വർഷത്തിൽ 2 പ്രാവശ്യം അൽപ്പശിയും പൈങ്കുനിയും 2 ഉത്സവം, 2 ഉത്സവത്തിന് ആറാടാൻ കൊണ്ടുപോകുന്ന ശംഖുമുഖം ഇന്നില്ല. ശംഖുമുഖത്തിന്റെ പേര് മാറ്റിയിരിക്കുന്നു. ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപം ഇന്നുണ്ടോ? ആറാട്ട് മണ്ഡപത്തെ തകർക്കുന്ന തരിപ്പണമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടലാക്രമണം വന്ന് നിൽക്കുമ്പോഴും അതിനെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഇവിടുത്തെ കോർപ്പറേഷൻ മേയറെയും ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെയും സമീപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സംരക്ഷിക്കണമെന്നുള്ള ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതാണ് തിരുവനന്തപുരത്തിന്റെ പൈതൃക സ്വത്തുക്കളെല്ലാം ഇന്ന് അപകടകരമായിരിക്കുന്നു. നേരത്തെ ഇവിടെ കസ്തൂരി അനിരുദ്ധൻ CPM-ന്റെ ഏറ്റവും വലിയ നേതാവ് വരുന്ന തിരുവനന്തപുരത്തെ ആചാനുബാഹുവായിട്ട് ഒരു കാലഘട്ടത്തില് സഖാവ് കെ അനിരുദ്ധന്റെ മകനായിട്ടുള്ള കസ്തൂരി ചോദിച്ചൊരു ചോദ്യവും അത് തന്നെയാണ്. പൈതൃക സ്വത്തുക്കൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ നീറ്റ് സിറ്റിയായിരുന്ന, വൃത്തിയുള്ള നഗരമായിരുന്ന
ഈ തിരുവനന്തപുരം ഇന്ന് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട നഗരമാക്കി മാറ്റിയിരിക്കുന്നു. കോർപ്പറേഷൻ ഭരിച്ച 40 വർഷക്കാലം ഭരിച്ച LDF ഭരണസമിതികൾ മാറി മാറി ഭരിച്ച മേയർമാരെല്ലാം ഈ നഗരത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട നഗരമാക്കി മാറ്റിയിരിക്കുന്നു. 2010 ചവർ ഫാക്ടറി വിളപ്പിശാല അവിടുത്തെ ജലരോഷത്തെ തുറന്ന് പൂട്ടിയതിനു ശേഷം മാന്യമായിട്ട് നിങ്ങൾക്ക് മാലിന്യ സംസ്കരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നഗരത്തിന്റെ എവിടെ പോയാലും മാലിന്യങ്ങൾ കൂമ്പാരമായി ചാക്ക് കെട്ടുകളിൽ നിറച്ചു വെക്കുന്ന കാഴ്ച കാണുമ്പോൾ ധൈര്യമായ കാഴ്ച ദുഃഖത്തോടു കൂടിയാണ് ഇവിടുത്തെ നഗരവാസികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാന്യമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. തെരുവ് നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഏറ്റവും നമ്മുടെ എടവക്കോട് സ്ഥാനാർത്ഥി സോദി പറഞ്ഞു, ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറാണ് 21 വയസ്സുകാരിയായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രൻ. 2020 മേയറാകുന്ന സമയത്ത് ഇവിടുത്തെ നഗരവാസികളായിട്ടുള്ള ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അഴിമതിയുടെ കറ പൊരളാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരി മേയറായി നഗരത്തിൽ ഇനി അഴിമതി നടക്കില്ല എന്നുള്ളതാണ്. പക്ഷേ 5 വർഷക്കാലം ഈ നഗരം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്നുള്ളത് BJP പറയാതെ തന്നെ ഇവിടുത്തെ നഗരവാസികൾക്ക് അറിയാവുന്ന സത്യമാണ്. കോടിക്കണക്കിന് രൂപകളുടെ അഴിമതിയുടെ ചരിത്രങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ച് 5 വർഷം കഴിഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള LDF ഭരണസമിതി പടിയിറങ്ങാൻ പോകുന്നത്. വീട്ടുകരം പിടിച്ചെടുത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പങ്കുവച്ചു. പട്ടികജാതി ഫണ്ട്, പാവപ്പെട്ട പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഫണ്ടിൽ ലക്ഷക്കണക്കിനുള്ള തിരിമറിയും വെട്ടിപ്പും തട്ടിപ്പുമാണ് നടത്തിയിട്ടുള്ളത്. കിച്ചൺ അഴിമതി, നഗരത്തെ വീടുകൾ വെക്കാനുള്ള പേരിന് വെച്ചത് കിച്ചൺ ബിൻ അഴിമതി, ഇത് തിരുവനന്തപുരത്ത് നടന്ന ഒരു അഴിമതിയാണ്. അതോടൊപ്പം LED ലൈറ്റ് തട്ടിപ്പ്, ലാപ്ടോപ്പ് തട്ടിപ്പ് ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള ലാപ്ടോപ്പിന് 26 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ഇവിടെ സംസ്ഥാനത്തിന്റെ വിജിലൻസ് കണ്ടെത്തിയത്. ആരാണ് ഇതിന് കാരണക്കാർ? BJPയുടെ 35 കൗൺസിലർമാർ സന്ധിയില്ല പോരാട്ടങ്ങൾ ഈ നഗരസഭയുടെ മുമ്പിൽ നടത്തി, ഈ മേയർക്കെതിരെ നടത്തി, കമ്മ്യൂണിസ്റ്റ് ഭീകരത ഭരണകൂടത്തിനെതിരെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. അപ്പോൾ കണ്ടെത്തുന്നു 26 ലക്ഷം രൂപ പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നതിന് വൻപിച്ച അഴിമതി നടത്തിയിരിക്കുന്നു. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തൊരു നാടകം ഇവിടെ സർക്കാർ കളിച്ചിട്ടുണ്ട്. പിൻവാതിൽ നിയമന തട്ടിപ്പ്, കമ്മ്യൂണിസ്റ്റുകാരെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കൗൺസിലർമാരെയും അവരുടെയൊക്കെ ബന്ധുക്കൾക്കും അവസാനം ശുചീകരണ ഒരു തൊഴിലാളികളെ സെലക്ട് ചെയ്തതിൽ ഒരു കൗൺസിലർ അടക്കം, CPMന്റെ ഒരു കൗൺസിലർ അടക്കം, കഴക്കൂട്ടത്തെ കൗൺസിലർ ആ ലിസ്റ്റിൽ വന്നിരിക്കുന്നു. സ്വജനപക്ഷപാതം ഇത്രയും വാഴ്ന്ന ഒരു നഗരസഭ ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വാഹനത്തിന്റെ വാടക തട്ടിപ്പ്, ഇല്ലാത്ത വാഹനങ്ങളുടെ പേരില് വാടക തട്ടിപ്പ്, അതോടൊപ്പം തന്നെ മൊബൈൽ മോർച്ചറി തട്ടിപ്പ്, അതിനെപ്പോലും വെറുതെ വിട്ടില്ല. മൊബൈൽ മോർച്ചറി തട്ടിപ്പ്, അതുപോലെ തന്നെ ഇതുപോലെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളിലെല്ലാം എല്ലാ തരത്തിലും അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറി. 2020 കോവിഡ് വന്ന സമയത്ത് 21-ലും 22-ലും ആറ്റുകാൽ പൊങ്കാല നടന്നില്ല. ഇല്ലാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ എഴുതിയെടുത്തിരിക്കുന്നു. നമ്മൾ ആദ്യമൊക്കെ കേട്ടപ്പോൾ സത്യമല്ല എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയമുള്ള അനന്തപുരിയുടെ നിവാസികളെ, ഇത്രയധികം തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടം തിരുവനന്തപുരത്തെ നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ടോ? ചോദിക്കുന്നു. ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ് നാം കാണേണ്ടത്. 20 മുതൽ 25 വരെയുള്ള കാലഘട്ടങ്ങൾ അവസാനം എന്താ? ലോക്കൽ ഫണ്ടില് ക്രമക്കേട്, ഓഡിറ്റിൽ ക്രമക്കേട്, ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ വൻപിച്ച ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. ഇവിടുത്തെ മാതൃഭൂമി, മനോരമ പോലുള്ള മുഖ്യധാര പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് BJP പറയുന്നതല്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ അഴിമതികളുടെ കഥകൾ, ഈ അഴിമതികളുടെ യാഥാർത്ഥ്യങ്ങൾ പറയാൻ നിന്നാൽ ഈ കൺവെൻഷൻ ഇനി അർദ്ധരാത്രി മുതൽ നാളെ വരെ നീണ്ടുപോകേണ്ടതിനെ കൂടുതൽ അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, കേന്ദ്ര ഗവൺമെന്റ് പല പദ്ധതികളും ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു. അതിനെക്കുറിച്ചൊക്കെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല.
പക്ഷെ ഇത്രയും അധികം മാതൃകാപരമായി അഴിമതി നടത്തിയ, ഇത്രയും അധികം കള്ളത്തരം നടത്തിയ, ഇത്രയും വലിയ തീവെട്ടിക്കൊള്ള നടത്തിയിട്ടുള്ള മേയർക്ക് UK പാർലമെന്റിൽ അവാർഡ് കിട്ടിയെന്നൊരു കള്ള അവാർഡ്. അതിലെന്താ? ആര്യ രാജേന്ദ്രൻ CPM. ആർക്ക് വേണോ ഇത് ചെയ്യാവുന്നതാണ്. അതിൻ്റെ UK പോയതിൻ്റെ ചെലവ് എഴുതിയെടുത്തിരിക്കുന്നത് സർക്കാരിൻ്റെ പണമാണ്. അവസാനം ഇറങ്ങിപ്പോകാൻ നേരത്ത് ഒരടിയും കൂടെ കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോകാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ